ശരിക്കും റിയാലിറ്റി ഷോ പോലെ തന്നെയായിരുന്നു ഈ സിനിമയിലെ ഓഡീഷൻ. സാധാരണ സിനിമയിൽ ആ ഒരു പാട്ടുണ്ട് പാടാന്നല്ലേ പറയുന്നത്, ഇത് അത് ഓഡീഷൻ അല്ലേ. എൻ്റെ ലൈഫ് മൊത്തം ഓഡീഷൻ ഇതായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. ആദ്യം ചെറിയ ചെറിയ ട്രൂപ്പുകളിലേക്ക് എനിക്ക് കത്തയക്കും, ഇങ്ങനെ എനിക്ക് പാടാനൊരു അവസരം. അപ്പം ആ സമയത്ത് ഒക്കെ ഭയങ്കര വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ള ഭയങ്കര ട്രൂപ്പുകളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് കത്തയച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിപ്ലൈ അയക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം റിപ്ലൈ വന്നു, ഒരു ഗായകൻ്റെ കുറവുണ്ട്, പെട്ടെന്ന് വരാൻ പറ്റുമോ, വൈറ്റില ജംഗ്ഷനിൽ നിന്നാൽ മതി, അവിടെ നിന്ന് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി പാടി. പിന്നെയും പിന്നെയും ആരുക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരുതിലാവത്ത് പൊന്നേഴുതുന്ന ഋതുമന്ത്രണം. നമസ്കാരം, എല്ലാ ജനം ടി വി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാട്ട് വിശേഷങ്ങളും പാട്ടിന്റെ മനോഹരമായ വിരുന്നുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് കേരളത്തിലെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ഛനും മകളുമാണ്, നിഖിലേട്ടനും മകൻ നിളയും. ചേട്ടാ നമസ്തേ. നമസ്കാരം. നമസ്കാരം. ഈ ഓണം എത്രത്തോളം സ്പെഷ്യലാണ്? ഈ ഓണം വളരെ സ്പെഷ്യലാണ്. കാരണം മോള് പാടിയ 2 പാട്ടുകളും ഹിറ്റാണ്. വാഴാറ്റൂരിലെ പാട്ട്, പിന്നെ ബാലനിലെ പാട്ട്. 2 പാട്ട് മാത്രം പറഞ്ഞാൽ പോരാ, വാഴാറ്റൂവിലെ അടബൊമ്മലയാണെങ്കിലും ഹിറ്റ്. പിന്നെ തുടരും കോറസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. പിന്നെ 1-2 പടങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അപ്പം അതിൻ്റെയൊക്കെ നല്ലൊരു വർഷമായിരുന്നു. ഹാപ്പി. മോൾക്ക് എന്താണ് സ്പെഷ്യൽ ഇത്തവണ? പാട്ടുപാടിയിൽ സന്തോഷമുണ്ട്. പിന്നെ വാഴ 2-ല് പിന്നെ ബാലനിലെ ഹിറ്റായത് ഭയങ്കര സന്തോഷമാണ്. എത്ര പാട്ട് പാടി ഇതുവരെ? അത് എണ്ണാൻ പറ്റില്ല, കുറെ പാടി. എന്നാലും പറ. ഒരു 15 ആണ്. ഓണം എന്ന് പറയുമ്പോൾ മോൾക്ക് ഏറ്റവും സന്തോഷം എന്താ? ഓണസദ്യ ആണോ, ഓണക്കോടിയാണോ, അതോ ഓണം വെക്കേഷൻ ആണോ? ഓണം വെക്കേഷൻ. അച്ഛനാണോ പാട്ടൊക്കെ പഠിപ്പിക്കുന്നേ? അച്ഛനും പിന്നെ ചോറ്റാനിക്കര സജിൻ ടീച്ചറെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ ഗുരുനാഥയാണ്. അച്ഛൻ എത്ര സ്ട്രിക്റ്റ് ആണ് പാട്ടൊക്കെ പഠിക്കുന്ന സമയത്ത്? അങ്ങനൊന്നുമില്ല, പാട്ട് പഠിച്ചില്ലെങ്കിൽ കുറച്ച് വഴക്ക് പറയും. ചേട്ടാ ഇപ്പൊ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ചേട്ടനെ മോളെ മാത്രം പറഞ്ഞാൽ പോരാ, ചേട്ടൻ്റെ ഹോൾ ഫാമിലി എന്ന് പറയുന്നതേ പാട്ട് കുടുംബമാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമോ? അച്ഛൻ പണ്ട് സുജാ ചേച്ചിയുടെ കൂടെ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട് അച്ഛൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഒരു ഇതുകൊണ്ട് അദ്ദേഹം വേറെ മേഖലയിലേക്ക് കടന്നു. പിന്നെ ഞാൻ പാട്ട് പാടും. അനിയത്തി നികിത, അവൾ ഹിന്ദുസ്ഥാനി ടീച്ചറാണ്, പ്ലസ് സിത്താർ വായിക്കും, ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ അനിയൻ നകുല് വീണ വായിക്കും, പാട്ട് പാടും. അമ്മ ചെറുതായിട്ട് പാടും. അങ്ങനെ പിന്നെ വൈഫ് പാടും. വൈഫിന്റെ ഡിസ്ക്രിപ്ഷൻ പറയണം. വൈഫ് MA മ്യൂസിക്കാണ് RLB കോളേജിൽ. ഞാനും RLB കോളേജിൽ തന്നെ പഠിച്ചാണ്. ഞാൻ പക്ഷേ BA വരെ പോയിട്ടുള്ളൂ. അത് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുന്നു. ചേട്ടൻ ചെറുപ്പത്തിലേ തൊട്ട് പ്രോഗ്രാമിലൊക്കെ പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു 11 വയസ്സൊക്കെ തൊട്ട് തന്നെ ചേട്ടൻ പോകുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ആദ്യം ചെറിയ ചെറിയ ട്രൂപ്പുകളിലേക്ക് എനിക്ക് കത്തയക്കും, ഇങ്ങനെ എനിക്ക് പാടാനൊരു അവസരം. അപ്പം ആ സമയത്ത് ഒക്കെ ഭയങ്കര വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, മൂവാറ്റുപുഴ ഏഞ്ചലോയ്സ്, ബ്ലൂ ഡയമണ്ട്സ്, അങ്ങനെയുള്ള ഭയങ്കര ട്രൂപ്പുകളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് കത്തയച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിപ്ലൈ അയക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം റിപ്ലൈ വന്നു, ഒരു ഗായകൻ്റെ കുറവുണ്ട്, പെട്ടെന്ന് വരാൻ പറ്റുമോ, വൈറ്റില ജംഗ്ഷനിൽ നിന്നാൽ മതി, അവിടെ നിന്ന് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി പാടി. പിന്നെ അവിടെ സ്ഥിരമായി. പിന്നെ അടുത്ത് ട്രൂപ്പിലേക്ക് അങ്ങനെ അങ്ങനെ ഒരു സിംഗറിൻ്റെ, ഇപ്പോഴത്തെ സിംഗേഴ്സൊക്കെ എന്താണ്, ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ സിംഗേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്, അതുപോലെ ഒരു ട്രൂപ്പിൽ നിന്ന് വേറെ ട്രൂപ്പ്. അങ്ങനെ ഒരു ദിവസം നാദബ്രഹ്മ ഓർക്കസ്ട്ര ട്രിവാൻഡ്രം, അവരാണ് ഐഡിയ സ്റ്റാർ സിംഗേഴ്സിൻ്റെ ഓർക്കസ്ട്ര. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവരുടെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒന്ന് അപ്ലൈ ചെയ്യണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ 2nd ഓഡിഷൻ 3rd ഓഡിഷൻ അങ്ങനെയാണ് സ്റ്റാർ സിംഗറിലേക്കുള്ള എൻ്റെ വർക്ക്. പിന്നെ സിനിമയിലേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. പിന്നെ എല്ലാവരും പറയും തിരിഞ്ഞു നോക്കേണ്ട വരില്ലല്ലോ, പക്ഷെ ഒരു ഇത് കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കും. അത് കഴിയുമ്പോൾ അടുത്ത് വന്നവരെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കും, എന്തെങ്കിലും വരണോ. അല്ല ചേട്ടാ, ഇപ്പോഴത്തെ കുട്ടികളുടെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഇത്രയും എന്താ പറയാ, നമുക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഒരു അവസരം കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പൊ ഈ സ്റ്റേജ് ഷോയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഷോ പരിപാടികളും അന്നത്തെ വെച്ചിട്ട് ചേട്ടൻ കമ്പയർ ചെയ്യാറുണ്ടോ? അന്നത്തെ സ്റ്റേജ് ഷോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക,
കൂടുതൽ ആൾക്കാർ ഇരിക്കുമായിരുന്നു. ഇപ്പൊ ഇരിക്കില്ലെന്നല്ല, ഇപ്പൊ യങ്സ്റ്റേഴ്സ് കയറുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അടിച്ചുപൊളി മതി. ഇപ്പൊ ഒരു പ്രമദവനോ അല്ലെങ്കിൽ അഴകയൊക്കെ പാടുമ്പോഴത്തേക്കും ചേട്ടാ അത് പെട്ടെന്ന് കഴിയില്ലേ, അതിനടുത്ത് ഇലിമിനേറ്റഡ് ആയി എന്ന് പറയും. പണ്ടങ്ങനെയല്ല, ഇങ്ങനെ ആസ്വദിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലായിരുന്നു. പണ്ട് മെലഡി ആണെങ്കിലും പണ്ടത്തെ ഗാനമേളകളിൽ ഈ പണ്ടത്തെ ഗാനമേള ബുക്ക് ഉണ്ട്. അതായത് ഞാൻ കണ്ടത് ബ്ലൂ ഡയമണ്ട്സിനാണോ ഏഞ്ചലോസിന്റെ ആണോ എന്നറിയില്ല, 1980 കാലഘട്ടത്തില് 85. അതിൽ ആകെ 2 അടിച്ചുപൊളി പാട്ടുള്ളൂ, ബാക്കി എല്ലാം മെലഡി. ഇങ്ങനെ ഫസ്റ്റ് പാട്ട് സെക്കൻഡ് പാട്ട് ഇങ്ങനെ എഴുതി വെക്കില്ല ഓരോ ഗാനമേള കഴിഞ്ഞിട്ട്. ഇപ്പൊ അത് തിരിച്ച് 2026 ആയപ്പോ ആകെ തിരിഞ്ഞ് 2 മെലഡി ബാക്കി എല്ലാം അടിച്ചുപോയി. അപ്പൊ അങ്ങനെ ഒരു നമ്മള് ഫാസ്റ്റ് പാടും. നമ്മള് കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളും പിന്നെ അതിനൂടെ ചേഞ്ച് ചെയ്തു. ഇപ്പൊ മോള് ഈ ഒരു ലെവലിൽ വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പൊ ചേട്ടന് സ്വാഭാവികമായിട്ടും പ്രൗഡാണ്. പക്ഷെ അതിനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? പ്രൗഡല്ലേ. ഞാനും വൈഫും കൂടെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഉണ്ടായപ്പോഴത്തേക്കും വലിയൊരു പാട്ടേരി ആവണം. പക്ഷെ ഇവർക്കുള്ള എൻട്രി എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അസലായിട്ട് പാടുന്ന പിള്ളേരാണ്, ചാനലുകളിലാണെങ്കിലും അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പാടുന്നു. അപ്പം ഒരിടയിൽ ഒരു എൻട്രി കിട്ടാനായിട്ടൊരു ഭാഗ്യത്തിന്റെ ഒരു എലമെന്റാണ്. കഴിവ് മാത്രമല്ല, പകുതി കഴിവ് പകുതി ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇക്കാലത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ മോൾക്ക് ഈ ചാൻസ് കിട്ടിയതിനെ പറ്റിയിട്ട് വിൻസെന്റ് അണ്ണൻ അദ്ദേഹമാണ് ഇന്നും കൂടി വിളിച്ചിരുന്നു. അതായത് ദേവരായ മാഷ്, എ.ആർ. റഹ്മാൻ അച്ഛൻ, അവിടെ തൊട്ട് ഇങ്ങനെ ഓർക്കസ്ട്ര അറേഞ്ചറും മ്യൂസീഷ്യനും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹമാണ് വിളിച്ചിട്ട് ഇങ്ങനെ, അദ്ദേഹമാണ് കുറച്ച് പടങ്ങൾ എനിക്ക് പാടാൻ ചാൻസ് തന്നിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇപ്പോൾ ഒരു കോള്, നിന്റെ മോള് പാടുമല്ലേ, അങ്ങനെയാണെങ്കിൽ കോറസ് പാടാൻ വിട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് പാടുന്നത് വാഴ ടു അല്ലേ, വാഴ തുടരല്ലേ, ചെമ്പ എടുക്കാൻ തൊട്ടെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ വാഴ 1 പാട്ട് ഇന്നിനി നേരം, അങ്ങനെ 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 പിന്നെ 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 അങ്ങനെ എത്തി വാഴ 2 കോറസ്. എല്ലാത്തിനും കോറസ് പാടാൻ പോണതാണ്. അപ്പം വോയിസ് കേട്ടിട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ഒരു സിംഗിൾ കൂടെ കേൾക്കട്ടെ, വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ഇതില് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? മോള് പാടിയതിൽ തന്നെ പാടിയല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കണ്ടോ കണ്ടോലാക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അറിയാതെ പറയാതെ. ഒന്ന് പാടും. അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ പൂന്തണലല്ലേ, എന്നാളും നാം ഇനിയുന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ. ഇത് പാടാൻ നേരത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നോ? കുറച്ച്. അച്ഛൻ മോട്ടിവേഷൻ ഒക്കെ തന്നോ? അച്ഛന് അന്നേരം പ്രോഗ്രാം എന്തോ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ചിറ്റപ്പനാണ് വന്നത്. അപ്പോൾ അച്ഛൻ അറിഞ്ഞില്ല ഞാനിത് ഈ പാടിയത് ഏത് സിനിമയിലാണെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് വാഴ 2 ഇങ്ങനെ സിനിമ വന്നിട്ട് ഈ യൂട്യൂബിലൊക്കെ ആ പാട്ട് കേട്ടപ്പോഴാണ് അച്ഛൻ മനസ്സിലായത് ഞാനതിൽ പാടിയിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ടിഫൈയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോൾക്ക് 2 മില്യൺ ലിസണേഴ്സാണ് കാണുന്നത്. അത്ര ഫാൻസാണ് മോൾക്ക്. അപ്പം എന്താ തോന്നിയേ? ഞാൻ ഭയങ്കര പ്രൗഡാണ്. ആ സമയത്ത് വിചാരിച്ചിരുന്നു ഇത്ര ഹിറ്റാവുമെന്ന്? ഫ്രണ്ട്സൊക്കെ എന്താ പറയാറ്? ഫ്രണ്ട്സ് പാട്ട് അടിപൊളിയാണ്, പിന്നെ ക്ലാസ്സിൽ ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരുമിച്ച് പാടാറുണ്ട് ക്ലാസ്സിൽ. ഫ്രണ്ട്സിൻ്റെ പേരൻസൊക്കെ വന്ന് സംസാരിക്കാറുണ്ടോ? അപ്പം എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആര് പറഞ്ഞതാ? അത് അങ്ങനെയൊന്നും പറയുന്നില്ല, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ എന്താ പറയാറ്? ടീച്ചേഴ്സ് നല്ല പാട്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ ഒരു ദിവസം ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പളും പിന്നെ ചെയർമാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പാട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ പാടിപ്പിച്ച്. ഇപ്പം അടുത്ത ഏതെങ്കിലുമൊക്കെ പാടിയോ? ഹാഫ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാടിയിട്ടുണ്ട്. അല്ല, ചേട്ടൻ MJ രാജേന്ദ്രൻ സാറായിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ? അത് സാറുമായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ സ്റ്റാറിലാണ് സാറിനെ കൂടുതലും ഞാൻ പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് പരിചയം ഉണ്ടെങ്കിലും
സൂപ്പർ സ്റ്റാർ എന്നുള്ള പരിപാടിയിൽ പങ്കെടുത്ത്. അപ്പോൾ സാറിന് പാട്ടൊക്കെ ഇഷ്ടമായി. ഇടയ്ക്ക് സാറിനെ വിളിക്കുമ്പോൾ സാറ് ഇടയ്ക്ക് റിപ്ലൈ തരും, ഇടയ്ക്ക് സാർ ബിസിയാണെങ്കിൽ ആ സമയത്ത് സാറ് ഭയങ്കര ബിസിയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം കോൾ വരുന്നേടാ ഒരു പാട്ട് പാടി നോക്കി ഇങ്ങനെ രതിർവ എന്നുള്ള പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ഓഡിഷൻ ചെയ്തിട്ട് എടുക്കുള്ളൂ, അല്ലാണ്ട് ചുമ്മാ ഒന്നും സ്ട്രേറ്റ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്നവരും അല്ലാതെ പഴയ ആൾക്കാരൊക്കെ ഓഡിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ പാടി. ആ സെക്കൻഡ് ഓഡിഷൻ, പിന്നെ തേർഡ് ഓഡിഷന് എന്നെ ഫൈനൽ ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു റിയാലിറ്റി ഷോ പോലെ തന്നെയായിരുന്നു ഈ സിനിമയിലെ ഓഡീഷൻ. സാധാരണ സിനിമയിൽ ആ ഒരു പാട്ടുണ്ട് പാടാന്നല്ലേ പറയാം, ഇത് അത് ഓഡീഷൻ ആയിരുന്നു. എൻ്റെ ലൈഫ് മൊത്തം ഓഡീഷൻ ഇതായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. പിന്നീട് അങ്ങോട്ട് എങ്ങനെയായിരുന്നു ചേട്ടാ? പിന്നെ സാറിൻ്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും നാളെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പം അവസരങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നമ്മളൊരു സ്റ്റേജ് ഇതിലൂടെ ചേട്ടൻ വന്നു, എല്ലാം ശരിയാണ്. പക്ഷേ പൊതുവെ ലൈഫിൽ എങ്ങനെയുണ്ട് ഈ ഫീൽഡിലെ അവസരങ്ങൾ? ഈ ഫീൽഡിൽ നമ്മൾ മധുചേട്ടന് പിയുടെ ഒരു പറഞ്ഞില്ലേ, ഇനി സിനിമയിൽ പാടി അങ്ങനെ ഒരു സംഭവം അത് നോക്കണ്ടെന്ന് പറഞ്ഞത് അത് പകുതി ശരിയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പം കണ്ടോ സിനിമയിൽ തന്നെ റീൽസിലൊക്കെ ഹിറ്റായ പിള്ളേരല്ലേ, ഇപ്പോൾ വാലിൽ തന്നെ വാഴ 2-ലൊക്കെ റീൽസ് വഴി ഹിറ്റായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാധാന്യം ഭയങ്കരമാണ്. അത് എല്ലാ മേഖലയിലും, സിംഗേഴ്സിൻ്റെ മേഖലയിലാണെങ്കിലും അഭിനേതാക്കളുടെ ഒക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയ ട്രെൻഡായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ചെയ്യാം. ഇപ്പം ഇന്നൊരാൾ വേണമെന്നില്ല, ഇപ്പം AI ഇറങ്ങി. ഞാൻ ചോദിക്കാൻ പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ വർഷം ഓണപ്പാട്ട് നമ്മളൊരു 10 ഓണപ്പാട്ട് പാടണ്ട. ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും AI സിംഗർ അല്ലെ ഫീമെയിൽ സിംഗർ ഡിജിറ്റലായിട്ടുള്ള പാടി ചേർക്കുന്നു. ഓണപ്പാട്ടൊക്കെ ഓണപ്പാട്ട് 2-3 പാടിയിട്ടുണ്ട്, 2-3 ഇറങ്ങാറുണ്ട്. ഇതല്ലാണ്ട് ഒരു ഓണപ്പാട്ട് ഇപ്പൊ നമുക്ക് വേണ്ടി പാടാവോ? ഓ വെള്ളാരപ്പൂമലമേലെ പൊൻചിങ്ങം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻചിങ്ങം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഇപ്പൊ മോള് പറ, അച്ഛൻ പാടുന്നതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അച്ഛൻ പാടിയ സിനിമയാണ് നാട്ടുവഴിയിലെ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിൽ മോളത് പാടി നോക്കാറുണ്ടോ? നാട്ടുവഴിയിലെ കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ, നല്ല കദളിപ്പൂവിനുള്ളിൽ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ, കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി വീട്ടിലൊളിച്ചു കളിച്ചില്ലേ, ഈ നാട്ടുവഴിയിലെ കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ, നല്ല കദളിപ്പൂവിനുള്ളിൽ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. വീട്ടിൽ അമ്മയാണോ അച്ഛനാണോ സ്ട്രിക്റ്റ്? അച്ഛനാണോ? അമ്മ ഇപ്പൊ പാവാണോ? അല്ല, അമ്മ സ്ട്രിക്റ്റാ. അമ്മ എന്ത് കാര്യത്തിലാ പിന്നെ സ്ട്രിക്റ്റ് ആവുന്നേ? അമ്മ മറ്റേ പാട്ട് പഠിക്കുന്നതിലും പിന്നെ ഞാൻ പഠിക്കുമ്പോൾ വല്ല കുരുത്തക്കേട് കാണിക്കും. അപ്പൊ കുരുത്തക്കേടൊക്കെ കാണിക്കോ? ഇവളൊന്ന് സൈലന്റ് ആണോ കേട്ടോ വീട്ടില്? ആര്? ഇവളാ ഭയങ്കര കുസൃതിയാ. ഇപ്പൊ ഈ ഇന്റർവ്യൂ ആയതുകൊണ്ട് അടങ്ങിയിരിക്കണല്ലേ. അവളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ അല്ലേ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ടാണ്. ഓണപ്പാട്ടൊക്കെ പാടിയോ? സിനിമയിൽ പാടിയിട്ടില്ല. ആൽബം ഇല്ല. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗായിക ആരാ? ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷാൽ. ആരെ കാണണം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള? ശ്രേയ ഘോഷാൽ. അച്ഛനോട് പറഞ്ഞോ കാണണമെന്ന്? അങ്ങനൊന്നും പറഞ്ഞില്ല. അത് അച്ഛൻ അറിഞ്ഞില്ല അപ്പൊ ഇതുവരെ? അറിഞ്ഞിട്ടുണ്ട്, അച്ഛനെ അറിയാം എനിക്ക് ശ്രേയ ഘോഷാൽ മാമിനെ ഇഷ്ടം. ചിത്രാമ്മയോ? ചിത്രാമ്മ ഇഷ്ടം. ചിത്രാമ്മയെ കണ്ടിട്ടുണ്ടോ? ഞാന് മറ്റേ ഒരു പാട്ട് പാടിയിട്ടായിരുന്നു, അത് അച്ഛൻ ചിത്ര ചേച്ചിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്ത്. അപ്പോഴത്തേക്കും ചിത്ര ചേച്ചി എന്തോ ഒരു വീഡിയോ എടുത്തായിരുന്നു.
ഞാൻ ചിത്രേച്ചിനെ വോയിസ് എടുക്കാൻ പോയിരുന്നു ഒരു പാട്ടിന്റെ ചെന്നൈയിൽ. അപ്പോൾ ഇവള് കണ്ണാളിനെ പാടിയിരിക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ചിത്രേച്ചിനെ കേൾപ്പിച്ചു കൊടുത്ത് ചിത്രേച്ചി വിളിച്ച് അഭിനന്ദിച്ചു. എപ്പോഴെങ്കിലും മോളെ ഇതുപോലെ ലൈവ് ഇവന്റിനോ ലൈവ് കോമ്പറ്റീഷനൊക്കെ വിടണം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. അവളോട് പറഞ്ഞത് അവളുടെ മേഖല ഇതാണ്, നീ ഒന്നും പഠിച്ചില്ലെങ്കിലും പാട്ട് നല്ലോണം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, കോമ്പറ്റീഷനൊക്കെ വിടണമെന്നുണ്ടായിരുന്നോ ടി വി പ്രോഗ്രാമിന്? ഉണ്ട് കോമ്പറ്റീഷൻ. പക്ഷെ അതാണ് ദൈവത്തിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് 1-2 സ്ഥലത്തൊക്കെ പോയപ്പോൾ ഇവർക്ക് ജലദോഷം പനിയൊക്കെ അടിച്ച് പോകാൻ പറ്റില്ല. പക്ഷെ അവിടെയൊക്കെ ഗസ്റ്റായിട്ട് പോകാൻ പറ്റി, ആ റിയൽ ഷോസിലൊക്കെ ഗസ്റ്റായിട്ട് പോകാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരു ഇതായിരിക്കും പറഞ്ഞു വെച്ചേക്കുന്നത്. മോളുടെ ഒരു ഓണപ്പാട്ടായാലോ? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം അച്ഛൻ ഈ ഫീൽഡിലായിരുന്നു, പക്ഷെ പിന്നെ ജീവിത സാഹചര്യങ്ങൾ കാരണം മാറേണ്ടി വന്നു. എന്നിട്ടും ഈ ഫീൽഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ചേട്ടൻ ഇൻസ്പയറിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു? കാരണം മ്യൂസിക് കൈകാര്യം ചെയ്യുന്നവരറിയാം. ഇപ്പം മ്യൂസിക് വിട്ട് പല മേഖലയിലേക്ക് പോയവർ വീണ്ടും അവിടെ ഇരുന്ന് പാടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മ്യൂസിക് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പം ജീവിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പല ജോലിയായിരിക്കും. പക്ഷെ ഞാൻ കണ്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത്, എടാ സംഗീതം തന്നെ മതിയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്. അപ്പം എനിക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു 8th വരെയൊക്കെ ഉള്ളു എനിക്ക് അങ്ങനെ പോക്കറ്റ് മണിക്ക് തന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഇനി എനിക്കൊരു കഴിവുണ്ട്, അത് യൂസ് ചെയ്ത് നീ പൈസ ഉണ്ടായിക്കോളൂ. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് ഗാനമേളയിലൊക്കെ പോകുമ്പോഴത്തേക്കും 100 രൂപ 150 രൂപയൊക്കെ കിട്ടും. അന്നത്തെ കാലത്ത് കേട്ടോ, ഞാൻ പറയുന്നത് 2095 സമയത്തൊക്കെ. അപ്പോൾ പിന്നെ അത് 500 കിട്ടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഏറ്റുമാനൂർ ഭാഗങ്ങളിലേക്ക് ചന്തൻ ചാർത്തൽ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമില്ലേ, അതിനൊക്കെ എന്നെ വിളിക്കും അവിടുത്തെ ചില ചേട്ടൻ കീബോർഡ് ആർട്ടിസ്റ്റിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി പാടുമ്പോൾ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിക്കുന്നവരെക്കാളൊക്കെ കുറച്ച് പൈസ എനിക്ക് കൂടുതലുണ്ട് അന്നത്തെ കാലത്ത് സ്കൂളിലും കോളേജിലൊക്കെ. കാരണം നമുക്ക് ഡെയിലി പ്രോഗ്രാം അല്ലേ, 500,000 കിട്ടുമെങ്കിലും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് കൊള്ളാം, വെറുതെ ഇരുന്ന്. അപ്പോൾ ഇപ്പുറത്തെ എഞ്ചിനീയർ ആവാൻ ഡോക്ടർ ആവാൻ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക പിള്ളേർ. അപ്പോൾ ഞാനിങ്ങനെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല. അപ്പോൾ എന്തായാലും ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ട്, അത് വെച്ച് ജീവിച്ച പോരെ, എന്തിനാ വെറുതെ ഈ കിട്ടാത്തതിൻ്റെ പുറകെ പോണേ. അതൊക്കെ ഇഷ്ടംപോലെ പിള്ളേരല്ലേ. അപ്പോൾ അങ്ങനെ ഓഫ് സീസൺസ് ഉണ്ട്. ഇപ്പൊ കൊറോണ സമയത്ത് 2-2.5 വർഷം പിന്നെ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ദൈവം ഉണ്ടല്ലോ. എല്ലാവരും ലൈഫിലുണ്ടാവും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ നമ്മൾ പറഞ്ഞില്ലേ മ്യൂസിക് കരിയർ ആയിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ പേരൻസും ഒന്നും അത്ര അക്സെപ്റ്റീവ് ആയിട്ടൊന്നുമില്ല ഈ ഒരു ഫീൽഡ് തന്നെ കരിയർ ആയിട്ട്. എനിക്കറിയില്ല, ഇപ്പൊ എനിക്കും ടെൻഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI വരെ വന്ന് നിൽക്കുവാണ്. ഇപ്പോൾ ഒരു സിംഗറിന്റെ ആവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിക്ക് ഒരു സിംഗർ പാടണം. പക്ഷെ അതില്ലാ അങ്ങനെ ഒരു ആർട്ട് അവിടെ നടക്കണ്ടെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാം മൊബൈലിൽ ഇരുന്ന് ചെയ്യാം. ഇപ്പോൾ ഒരു കീബോർഡ് ആർട്ടിസ്റ്റിന് പ്രോഗ്രാമിങ് ചെയ്യണമെങ്കിൽ ഒരു 5,000 മിനിമം കൊടുക്കണം. പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സിന് വിളിക്കണമെങ്കിൽ അവരുടെ അന്നത്തെ ഒരു സെലിബ്രിറ്റി ഇതനുസരിച്ചുള്ള പൈസ കൊടുക്കണം. അപ്പോൾ ഇപ്പൊ ആൾക്കാർ എന്താ, ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ്റെ എന്തൊരു AI പാട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ വർക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കലാകാരന്മാർക്ക് വരണ്ടായിരുന്നു, തബല വായിക്കുന്നവർക്ക്. അപ്പൊ അതൊക്കെ അതെടുത്തോണ്ട് പോകും. ഉണ്ട് ഫിലിം സോങ്സിനെ ഫിലിമിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് പേര്. പക്ഷെ ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇത് ഇനി വരുന്ന തലമുറയോട് ഇത് ജീവിതമാർഗമാക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ മോള് വലിയൊരു പാട്ടുകാരെ കാണാൻ എനിക്ക് ആഗ്രഹം പറയും.
പക്ഷേ പുറത്തുള്ള ആൾക്കാരോട് എനിക്കത് പറയാൻ പറ്റില്ല. എൻ്റെ മോളുടെ കാര്യം എനിക്ക് പറയാം, അതുകൊണ്ട് പറഞ്ഞാൽ അല്ല മോളുടെ കാര്യത്തിലും വേറെ എന്തെങ്കിലും പഠിത്തവും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറയാം. കോൺസെൻട്രേറ്റ് രണ്ടും കൂടെ കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കണേ. പക്ഷെ മ്യൂസിക് എനിക്ക് എൻ്റെ ജീവനായതുകൊണ്ട് അവൾക്ക് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് മ്യൂസിക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അല്ല പണ്ടത്തെ കാലത്ത് സിലബസ് കുറച്ചുകൂടെ എളുപ്പമല്ലായിരുന്നോ? ഇന്ന് കുട്ടികൾക്ക് സിലബസ് കുറച്ച് പാടല്ലേ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടും കൂടെ? അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എഴുതും. അത് പ്രാക്ടീസാണ് ഇതിലെല്ലാം. ഏത് ഫീൽഡാണ്, മ്യൂസിക് ഫീൽഡ് പ്രത്യേകിച്ചും പ്രാക്ടീസാണ്. അപ്പോൾ പാട്ടുകൾ പാടി നോക്കാനുള്ള ടൈം കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇല്ല. പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 10-11 മണിയാവും, പിന്നെ കിടന്നുറങ്ങുന്നു, രാവിലെ അടിച്ച് സ്കൂളിൽ പോകുന്നു. അപ്പം അതിനിടയ്ക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ അങ്ങോട്ട്. പാട്ട് ടീച്ചറൊക്കെ എന്താ പറയാറ്? പാട്ട് ടീച്ചർ ഇപ്പൊ പുതിയ ഏതെങ്കിലും പാട്ടൊക്കെ പാടിയതൊക്കെ ചോദിക്കാറുണ്ട്. ചേട്ടനപ്പോ മോൾക്ക് വേറെ എന്തെങ്കിലും അംബിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അവളോട് ചോദിച്ചപ്പോൾ പാട്ടുകാരാണോ, പിന്നെ ഡാൻസ് കളിക്കും. പിന്നെ വേറെ എന്തെങ്കിലും അംബിഷൻ ഉണ്ടോ നിങ്ങളെ? മെയിൻ പാട്ടാണ്, അതിന്റെ ഇടയ്ക്ക് ആർട്ടും ഡാൻസ് ഒക്കെ ഉണ്ട്. ഡാൻസ് ഒക്കെ ഉണ്ട്, എല്ലാം മറ്റേ കലാപരമായിട്ടുള്ള. പടമൊക്കെ വരയ്ക്കോ? ചേച്ചി എന്താ കൂടുതലും പറയാറ്? വൈഫോ? വൈഫിനും അഭിമാനം തന്നെ. വൈഫിന്റെ വീട് ഇവിടെ വടകരയാണ്, ഓർക്കട്ടേരി. അവിടെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം. അവളുടെ വീട്ടുകാർക്കും നല്ലൊരു അഭിമാനം.